ഡെങ്കു എന്ന രോഗം പകരുന്നത് എങ്ങനെയെന്നും ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കൊതുക് പരത്തുന്ന ഈ രോഗത്തെ അകറ്റി നിർത്തുന്നതിനായി കൊതുകിന്റെ ഉറവിടമില്ലാതെയാക്കണമെന്നും കൊതുകുകടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത് 4 തരത്തിലുള്ള ഡെങ്കു വൈറസുകളിൽ ഏതെങ്കിലും ഒന്ന് മൂലമുണ്ടാകുന്ന അണുബാധയുടെ ഫലമായിട്ടാണ്. രോഗിയുമായുള്ള കോൺടാക്റ്റിലൂടെ ഈ രോഗം പകരാറില്ല. എന്നാൽ രോഗിയെ കടിച്ച കൊതുക് മറ്റുള്ളവരെ കടിക്കുന്നത് വഴിയാണ് പ്രധാനമായും രോഗം പകരുന്നത്. ലക്ഷണങ്ങളൊന്നും പ്രകടമാകാതെ തന്നെ ചിലരിൽ ഡെങ്കു എന്ന രോഗം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഡെങ്കു ഫീവർ ബാധിച്ച ഏറിയ ആളുകളിലും ചെറിയ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ഇങ്ങനെയുള്ള മൈൽഡ് ഡെങ്കു ഫീവറിൽ ഉയർന്ന അളവിലുള്ള പനിയും ഫ്ലൂവിന്റെ പോലെയുള്ള ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട്. ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡെങ്കു കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഈ അവസ്ഥയിൽ ബ്ലീഡിംഗ് ഉണ്ടാകാനും രക്തസമ്മർദ്ദം പൊടുന്നനെ കുറയാനും സാധ്യതയുണ്ട്. കൃത്യമായ ചികിത്സയുടെ അഭാവം മരണത്തിന് വരെ കാരണമായി തീർന്നേക്കാം. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങളും ഡെങ്കു എന്ന രോഗാവസ്ഥയുടെ ഭാഗമായി കാണപ്പെടാറുണ്ട്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രത്തിൽ ഡെങ്കു എന്ന രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്.